പരിശുദ്ധ റമളാൻ യാത്രയാവുകയാണ്. ഒരു മാസക്കാലത്തെ നല്ല നല്ല ഓർമ്മകൾ ബാക്കി. പകൽ സമയങ്ങളിൽ നാം നോമ്പ് നോറ്റത്, നോമ്പിനിടയിൽ ക്ഷീണിച്ചവശനായ പല സന്ദർഭങ്ങളും, രാത്രിയിൽ ഒരുപാട് നിന്ന് നമസ്കരിച്ചത്, കാല് കടഞ്ഞത്, ഉറക്കമൊഴിച്ചത്, പരിശുദ്ധ ഖുർആനുമായി ധാരാളമായി ബന്ധപ്പെട്ടത്, ഓതിത്തീർത്തത്, പഠിക്കാൻ ശ്രമിച്ചത്, മനഃപ്പാടമാക്കിയത്, ധാരാളമായി ചെയ്ത സൽക്കർമ്മങ്ങൾ, ഒട്ടനവധി നല്ല നല്ല ഓർമ്മകൾ ബാക്കിയാവുകയാണ്. ഇനി അടുത്ത വർഷം പരിശുദ്ധ റമളാൻ എത്തുമ്പോൾ നമ്മളുണ്ടാകുമോ എന്നത് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. പ്രാർത്ഥനകൾ മാത്രം ബാക്കിയാവുന്നു. പ്രതീക്ഷയോടെ ഈ റമളാനിനെ നമുക്ക് യാത്രയാക്കാം. അള്ളാഹുവിൻ്റെ സന്നിധിയിൽ നോമ്പുകാർക്ക് വേണ്ടി ഒരുക്കപ്പെട്ട റയ്യാൻ കവാടം നമ്മുടെ സ്വപ്നങ്ങളിൽ കടന്നു വരണം. അയിന സ്വാഇമൂൻ, നോമ്പുകാരെവിടെ എന്ന് വിളിക്കുമ്പോൾ നോമ്പുകാർ ഓരോരുത്തരും എഴുന്നേറ്റ് വരും. അവരെല്ലാവരും ആ കവാടത്തിലൂടെ കടന്നു പോകും. അവരല്ലാതെ മറ്റൊരാൾക്കും പ്രവേശനമില്ലാത്ത കവാടം എന്ന് മാത്രമല്ല, ആ കവാടങ്ങളിലൂടെ കടന്നു ചെല്ലുമ്പോൾ നോമ്പുകാർക്കൊരു പ്രത്യേക പാനീയം കുടിപ്പിക്കപ്പെടും. ആ പാനീയം കുടിക്കുന്നതോടുകൂടി ദാഹമില്ലാത്തവരായി അവർ മാറും. വല്ലാത്തൊരു അനുഭൂതി അനുഭവിക്കാൻ അവർക്ക് സാധിക്കും. ആ അനുഭൂതിയാണ് ഫർഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന് 2 സന്തോഷങ്ങളുണ്ട്. അതിലൊരു സന്തോഷം തൻ്റെ രക്ഷിതാവിനെ കണ്ടുമുട്ടുമ്പോഴുള്ള സന്തോഷമാണ് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, പ്രാർത്ഥനയോടെ നമുക്ക് ഈ റമളാനെ യാത്രയാക്കാം.